ഗൈസ് വെൽക്കം ടു നേച്ചർ ട്രെൻഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രോം ബ്രൗസറിൽ കൂടി നമുക്ക് എങ്ങനെ കാർഡ്സ് ഉണ്ടാക്കാവുന്നത്, നമ്മുടെ യൂട്യൂബിൽ കാർഡ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ക്രോം ബ്രൗസറിൽ കൂടെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്രോം ബ്രൗസർ നമുക്ക് ഓപ്പൺ ആക്കാം. ഗൈസ് നമുക്ക് ഇതിനകത്ത് studio.youtube.com എന്ന് അയച്ചു കൊടുക്കണം. studio.youtube.com അങ്ങേറ്റത്തെ ഒരു 3 dots നമുക്ക് കാണാം. അതിൽ പിടിച്ച് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതാണ് ഓണാവും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ പോലെ ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ താഴെ ഒരു വീഡിയോ എന്നുള്ളൊരു ഐക്കണുണ്ട്. ഐക്കണെ പിടിച്ച് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഇൻഫോസും അറിയാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വീഡിയോസ് എല്ലാം വന്നു. ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാർഡ് വെക്കേണ്ടത്, ഏത് വീഡിയോയിലാണ് അതിൽ പ്രസ് ചെയ്യുമ്പം ഒരു പെൻ മാർക്ക് വരും. അതിൽ പിടിച്ച് എഡിറ്റ് ചെയ്യുക. ആ വീഡിയോ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷനായിട്ട് വരും. തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ എല്ലാം വരും. അതിനകത്ത് റൈറ്റ് സൈഡിൽ താഴെ എൻ സ്ക്രീൻ, കോപ്പി റൈറ്റ് ക്ലെയിം, പബ്ലിക്, കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ. അതിനകത്ത് കാർഡ്സിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. കാർഡ്സിൽ പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യുന്ന ഓരോ സംഭവം കാണിക്കാം. കണ്ടോ, മറ്റേ പ്ലസ് കണ്ടോ, വീഡിയോ, ഈ പ്ലേലിസ്റ്റ് എന്നൊക്കെ ഉള്ള കണ്ടോ. ഈ വീഡിയോയിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. വീഡിയോ പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ മണ്ടൊക്കെ ഉണ്ട്. അതിലാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്, ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോ വരും. ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാർഡായിട്ട് വെക്കേണ്ടത് ആ വീഡിയോ പ്രസ് ചെയ്യും. പ്രസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതിന് മുന്നേ ആയിട്ട് താഴെ കുറച്ച് പാർട്സ് ആയിട്ട് കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോയിൽ. ഏത് പാട്ടിലാണ് നിങ്ങൾ ഈ കാർഡ്സ് വെക്കേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് വേണം മറ്റേത് പ്രസ് ചെയ്യാൻ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ചെയ്തിട്ടുള്ള ആ കാർഡ്സ് അവിടെ വരും. അപ്പം ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കാർഡ് അടിക്കാം. നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ഇത് പോരെങ്കിൽ ഡിസ്കാർഡ് അടിച്ച് വീണ്ടും ഒന്നും കൂടെ ചെയ്യാം. അങ്ങേറ്റത്ത് ഡിസ്കാർഡ് ചേഞ്ചസ് പിന്നെ സേവ് എന്നും പറയുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ ആ സേവ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ അങ്ങ് ക്ലോസ് ആയിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. പ്ലീസ് സപ്പോർട്ട് us.